ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. കാരണം എനിക്കിന്ന് വർക്ക് ഉണ്ടേ. അപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇക്ക വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ. ഇന്നത്തെ വർക്ക് വന്നിട്ട് തിരൂരായിരുന്നേ. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ തിരൂർക്ക്. അപ്പോൾ എനിക്ക് കിട്ടുന്ന രണ്ടാമത്തെ ലോങ് വർക്കാണ് കേട്ടോ. ആദ്യം എനിക്ക് പാലക്കാട് നീലിയാട് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞതിന് ശേഷം ലോങ്ങിലേക്ക് കിട്ടണ വേറൊരു വർക്കാണ് കേട്ടോ ഇത്. തിരൂര് അത്ര വല്ലാണ്ട് ലോങ് ഒന്നല്ല, ഞാൻ പോവാറുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പകുതി എത്തിയപ്പോൾ കടയിൽ കയറിയിട്ട് ചായയും അതുപോലെ ഉള്ളിവടയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് ഒന്നും കഴിക്കാനുള്ള ടൈമും അതുപോലെ വിശപ്പും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ എത്തിയാലായിരിക്കും നമുക്ക് വിശപ്പ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് പോണ വഴിക്ക് തന്നെ ഒരു ചായക്ക് കുടിച്ചിട്ടാണ് പോണത്. പകുതി വരെ ഇക്ക ആക്കി തരാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോണത്. ഇതിൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ട് കേട്ടോ എന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളിനെ ചമ്രവട്ടം വെയിറ്റ് ചെയ്യാന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെ അവിടെ നിന്ന് ആക്കി തന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിനാണ് പോണേ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബ്രൈഡൽ വർക്കിന് വേണ്ടിയിട്ട് ബസ്സിന് പോണത്. സാധാരണ നമ്മൾ ബൈക്കിലും അതുപോലെ കാറിലൊക്കെയാണ് പോവാറ്. ഇതിപ്പോൾ ബസ്സിൽ ഫസ്റ്റ് ടൈം ആണ് പോണത്. കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ബസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളടുത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കയ്യിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ബസ്സിൽ കയറാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പിന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ബസ്സിൽ വല്ലാണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ചെയ്യാനുണ്ടായിരുന്നത് ഒരു എൻഗേജ്മെന്റ് മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് പോണത്. സാധാരണ വെഡിങ് ഒക്കെ ആകുമ്പോൾ ഇതിലും നേരത്തെ നമ്മൾ പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബ്രൈഡാണ് നമ്മളെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ ഒരു വർക്ക് നമുക്ക് ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രൈഡായിട്ട് നമ്മൾ വല്ലാണ്ട് കോൺടാക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ സിസ്റ്ററിലോ ത്രൂ ആണ് കേട്ടോ നമ്മൾ കോൺടാക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് അവിടെ എത്തിയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കുന്നുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന ആളുടെ നെയ്ബറുടെ വീട്ടിലേക്കായിരുന്നു കേട്ടോ. ആളുടെ വീട്ടിൽ ആൾക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഷ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പിന്നെ AC ഉണ്ടായിരുന്നു. ആളുടെ ഒരു ഓയിലി സ്കിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സെറ്റ് ആവണം കാരണം നമ്മൾ AC ഒക്കെ ഉള്ള ഒരു വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ആൾക്ക് മേക്കപ്പിനെ പറ്റിയിട്ട് യാതൊരുവിധ കൺസേണും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ് വിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ മേക്കപ്പ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രൈഡ് ഭയങ്കരമായിട്ട് സ്വീറ്റ് ആയിരുന്നു കേട്ടോ. കാരണം എൻഡ് ഓഫ് ദ മേക്കപ്പ് വരെ ആള് ചിരിച്ചുകൊണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുടെ ഫേസിലത്തെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യണം, ത്രെഡ് ചെയ്യണം. പക്ഷെ ആൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫേസിലത്തെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ പേടിയാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് റിമൂവ് ചെയ്യാതെ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ചായ ആയിട്ടും അതുപോലെ ബേക്കറി ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാനിത് ആ ഹെയർ ഒക്കെ ഒന്ന് പ്രെപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കറണ്ടും പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് വരാതെ നമുക്ക് ഹെയർ ക്രിംപ് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമുക്കിതാ ഓരോന്നായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു അവർ. അവിടുത്തെ ആൾക്കാരെ പറ്റി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, എന്തെങ്കിലും കഴിക്കാൻ വേണോ കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ കറണ്ട് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലെൻസ് ലാഷ് ഒന്നും വേണ്ട നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടത് ആളുടെ ലോങ് ഹെയർ ആയിരുന്നേ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ടോട്ടൽ 2 ലുക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ട് അവരുടെ ഡ്രസ്സും കൂടി നമ്മളൊന്ന് സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈലും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് പൂവൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ അവർക്ക് ചുട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് അവർ മറന്നെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുട്ടിയൊന്നും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുടെ ഗ്രൂമിൻ്റെ സൈഡിലത്തെ ഡ്രസ്സ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു പീക്കോക്ക് കളറിലുള്ള ഒരു ഡ്രസ്സായിരുന്നു. ആൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. ഗ്രൂമിൻ്റെ സൈഡിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ പിന്നെ ഒക്കെ ഹറിബറി ആയിരുന്നു കേട്ടോ. നല്ല റഷ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് മുടിയൊക്കെ കെട്ടിയതിന് ശേഷം പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് കടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ 2 ലുക്കും സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് വെജ് ബിരിയാണിയും പിന്നെ അതുപോലെ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് മേക്കപ്പൊക്കെ നല്ല ഇഷ്ടമായിരുന്നു നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ കാര്യങ്ങളാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവരെ നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. പിന്നെ അതുപോലെ ആർക്കെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേജ് ഇവിടെ താഴ്ത്ത് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കണേ.